സർ, ദേശീയപാത, റെയിൽവേ തുടങ്ങിയ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കൽ നടപടികളിൽ കാലതാമസം ഉണ്ടാകുന്നു എന്നാണ് ചില കേന്ദ്രമന്ത്രിമാർ നിരന്തരമായി പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്താണ് എന്ന് വ്യക്തമാക്കാൻ കഴിയും? സർ, ഈ കേന്ദ്രമന്ത്രിമാർ ഇക്കാര്യത്തിൽ യഥാർത്ഥ വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ട് രാഷ്ട്രീയമായ ചില കാര്യങ്ങൾ പറയുകയാണ്. സർ, യഥാർത്ഥത്തിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി ബന്ധപ്പെട്ട NHലോ റെയിൽവേയിലോ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വീഴ്ചയും ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടായിട്ടില്ല. സാർ, ദേശീയപാതയുടെ ആദ്യ റീച്ച് ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്നപ്പോൾ നിതിൻ ഗഡ്കരി പരസ്യമായി കേരളത്തിലെ ഗവൺമെൻറ്റിനെ അഭിനന്ദിച്ചു എന്ന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ടുള്ള അവാർഡ് കേരളത്തിന് നൽകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. സാർ, ഞാൻ 2023 ഫെബ്രുവരി 1 ദേശീയപാത അതോറിറ്റിയുടെ ചെയർമാനായിട്ടുള്ള സന്തോഷ് കുമാർ യാദവ് ഇവിടുത്തെ അന്നത്തെ ACSന് റവന്യൂ ACSന് അയച്ചൊരു കത്ത് ഞാനൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താനാണ്. കാരണം നിരുത്തരവാദിത്വപരമായ പ്രസ്താവനകളാണ് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിൽ അദ്ദേഹം പറയുന്നു, ഐ താങ്ക് യു ഫോർ ദ എക്സലൻറ്റ് സപ്പോർട്ട് ഗിവൻ ഫോർ എക്സ്പെഡിറ്റിംഗ് ദ ലാൻഡ് അക്വിസിഷൻ ഇൻ കേരള ഡ്യൂ ടു ദ സപ്പോർട്ട് ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള. All pending 18 projects in NH 66 are now awarded and works are going on. സാർ, ഇത് ദേശീയപാതയുടെ ചെയർമാൻ കേരളത്തിന് അയച്ച കത്താണ്. സാർ, ദേശീയപാത വികസനത്തിന് വേണ്ടി ചുരുങ്ങിയ കാലം കൊണ്ട് 3503 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് 25,120.81 കോടി രൂപ നഷ്ടപരിഹാരമായി കേരളം ഏറ്റെടുത്ത് വിതരണം ചെയ്തു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേഗതയിൽ 25% പണം ഭൂമിക്ക് കൊടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ 25,000-ൽ 6,000 കോടിയിലധികം രൂപ സാർ ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇല്ലാത്തതുപോലെ കേരളം കൊടുത്താണ് സാർ റെയിൽവേ വികസനം. അതുകൊണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധയപ്പെടുത്തേണ്ട ഒരു പ്രശ്നമാണ്. കഴിഞ്ഞ കുറേ ദിവസമായി അദ്ദേഹം അത് പറയുന്നുണ്ട്. 325.699 ഹെക്ടർ ഭൂമിയാണ് റെയിൽവേ. അല്ല, അങ്ങോട്ട് ഞാൻ ശ്രദ്ധയപ്പെടുത്താനാണ്, അങ്ങ് വഴി കേരളത്തിൻ്റെ ശ്രദ്ധയപ്പെടുത്താനാണ് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള റിക്വസിഷൻ റെയിൽവേ നൽകിയത്. അതിൽ 102 ഏക്കർ ഭൂമി ഇതിനകം സമയബന്ധിതമായിട്ട് ഏറ്റെടുത്തു കൊടുത്തു സാർ. 32.7761 ഹെക്ടർ ഭൂമിയിൽ റെയിൽവേ ഇതുവരെ കണ്ടിജൻസി ചാർജ് അടച്ചിട്ടില്ല സാർ. കണ്ടിജൻസി ചാർജ് അടയ്ക്കണല്ലോ, അത് അടച്ചിട്ടില്ല സാർ. 18.6108 ഭൂമിയിൽ അവർ അലൈൻമെൻറ്റ് സ്കെച്ച് പോലും ഇതുവരെ കേരളത്തിന് തന്നിട്ടില്ല സാർ. 0.042 ഹെക്ടർ ഭൂമിയുടെ ഏറ്റെടുക്കൽ വിവിധ കേസുകളിൽ പെട്ട് നിൽക്കുകയാണ് സാർ. ഇതിൽ പറയുന്ന 7.9291 ഹെക്ടർ ഭൂമി 19.1 വിജ്ഞാപനമായി. 131 ഹെക്ടർ ഭൂമി സോഷ്യൽ ഇമ്പാക്ട്മെൻറ്റ് അസസ്മെൻറ്റ് നടക്കുകയാണ്. 4.7412 ഭൂമി 6.1 നോട്ടിഫിക്കേഷനാണ്. 3.5529 ഭൂമി 11.1 നോട്ടിഫിക്കേഷനാണ് സാർ. ഈ 366 ഹെക്ടർ ഭൂമിയിൽ നടപടികൾ ആരംഭിക്കാത്തത് 22 ഹെക്ടർ ഭൂമിയാണ് സാർ. അതിനൊറ്റ കാരണമേ ഉള്ളൂ, കോട്ടയം ജില്ലയിൽ നമുക്ക് അനുവദിച്ചിരുന്ന റെയിൽവേ അനുവദിച്ചിരുന്ന സ്പെഷ്യൽ LA ഓഫീസ് അവർ നിർത്തലാക്കി. ആ ഓഫീസ് വീണ്ടും തന്നാൽ പറഞ്ഞ സമയത്തിനുള്ളിൽ എടുത്തു കൊടുക്കാൻ തയ്യാറാണ്. കേരളം ഇത്രയേറെ പ്രവർത്തനം നടത്തിയിട്ടും രാഷ്ട്രീയമായി കേരളത്തെ ആക്രമിക്കാനുള്ള കേന്ദ്രമന്ത്രിമാരുടെ ശ്രമം വളരെ അപലപനീയമാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ രേഖ വിശദമായി ഈ സഭയുടെ മുമ്പാകെ അറിയിച്ചത്.